ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്നവൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. വിവിധ രീതിയിലുള്ളതായ ക്ഷാമങ്ങളെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ആരോഗ്യത്തിന് ക്ഷാമം, രോഗം; ആഹാരത്തിന് ക്ഷാമം, പട്ടിണി; സ്നേഹത്തിന് ക്ഷാമം, കുടുംബത്തിൽ ഛിദ്രം, അഭിപ്രായ വ്യത്യാസം, കലഹം; സമാധാനത്തിന് ക്ഷാമം, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലും പ്രാതികൂല്യങ്ങളിലും പെട്ട് ഉഴലുന്നു. വിവിധ രീതിയിൽ ക്ഷാമം ബാധിച്ചിരിക്കുന്ന മനുഷ്യർ. എന്നാൽ ക്ഷാമം മാറാൻ ഒരേ ഒരു പോംവഴി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രാപിക്കുന്നതാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ക്ഷാമമുണ്ടായി. അബ്രഹാമിന് പറ്റിയ ചില തെറ്റുകളാണ് കാരണം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന ചില ജീവിത വ്യതിചലനങ്ങളാണ് അതിന് കാരണം. ശരിയായ വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്ന അബ്രഹാം തെറ്റായ വഴിയിലേക്ക് തിരിഞ്ഞതാണ് അതിന് കാരണം. പക്ഷേ അബ്രഹാം തിരികെ പോന്നു. അബ്രഹാം യഥാസ്ഥാനപ്പെട്ടു. ക്ഷാമം മാറി. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിന് ക്ഷാമമുണ്ടായി. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിൻ്റെ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി. ക്ഷാമം മാറുന്നതിന് യൗസേപ്പിൻ്റെ സഹോദരന്മാർക്ക് പാവബോധമുണ്ടായി, അവർക്ക് കുറ്റബോധമുണ്ടായി, അവരുടെ പാവം ഏറ്റുപറഞ്ഞു. അവരും യൗസേപ്പും തമ്മിൽ സമാധാനമായി, സ്നേഹമായി, ഐക്യമായി, സന്തോഷമായി. യൗസേപ്പിൻ്റെ ജീവിതത്തിലെ ക്ഷാമം മാറി, ദേശത്തെ ക്ഷാമം മാറി, സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും കൈവന്നു. അങ്ങനെ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നും തുടർന്ന് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ക്ഷാമത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ദാവീദിൻ്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവുമെന്ന് യഹോവ അരുളിച്ചെയ്തു. ദാവീദിൻ്റെ കാലത്ത് 3 വർഷം തുടരെ ക്ഷാമമുണ്ടായി. തുടരെ ക്ഷാമം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് ഒന്ന് ചോദിക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഒന്ന് ദുരിതങ്ങൾ വരുന്നല്ലോ. ഓരോ വിധത്തിൽ ഈ യാതനകളും വേദനകളും എൻ്റെ ജീവിതത്തിൽ തെറുത്തുയർന്നു വരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരുന്നില്ലല്ലോ. എനിക്ക് മുന്നോട്ട് ഒരു ജീവിതഗതി ലഭിക്കുന്നില്ലല്ലോ. എനിക്കൊരു കരയേറ്റം കിട്ടുന്നില്ലല്ലോ. കർത്താവേ, എൻ്റെ വഴി മുടങ്ങി കാണുന്നല്ലോ. എല്ലാ വാതിലും അടഞ്ഞു കാണുന്നല്ലോ. എന്താണ് ഇതിന് കാരണം? ഒരിടത്തൊന്ന് നേടിയും തോന്നുമ്പോഴേക്കും ഉടനെ പരാജയം വരികയാണല്ലോ. ഞാൻ എന്താണ് വേണ്ടത്? ദൈവസന്നിധിയിൽ ചോദിക്കണം. ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. ദൈവഭൃത്യനായ ദാവീദ് ദൈവസന്നിധിയിൽ ചോദിച്ചു, എനിക്കെന്താണ് കർത്താവേ ഇങ്ങനെ തുടരെ ക്ഷാമം ബാധിക്കുന്നത്? അടിക്കടി പ്രതിസന്ധി വരുന്നത് എന്താണ്? ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ മറുപടി, നിൻ്റെ പൂർവികരുടെ കാലത്തുണ്ടായ ചില രക്തപാതകങ്ങളാണ്. നിൻ്റെ പൂർവികരുടെ കാലത്ത് ചില കെടുതികൾ വരുത്തി വച്ചിട്ടുണ്ട്, ചില ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ഗിബയോന്യരെ, സാധുക്കളായ ഗിബയോന്യരെ സംഹരിച്ചിട്ടുണ്ട്. സാധുക്കളും നിരപരാധികളുമായവരെ കൊന്നിട്ടുണ്ട്. അനേകർക്ക് വേദന വരുത്തിയിട്ടുണ്ട്. അനേകം സ്ത്രീകൾ വിധവമാരായി തീരാനിടയായി. അവരുടെ ഭർത്താക്കന്മാരെ കൊന്നതുമൂലം സ്ത്രീകൾ വിധവമാരായി. അവിടെ അനേകം കുഞ്ഞുങ്ങൾ അനാഥരായി തീർന്നു. പൂർവികരുടെ ജീവിതത്തിൽ വന്നുപോയ ചില പാപങ്ങൾ അനന്തര തലമുറയിലേക്ക് കടന്നു വന്ന് ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. സഹോദരങ്ങളെ, ഇന്ന് വളരെ ഗുരുതരമായും വളരെ ശ്രദ്ധേയമായും നിങ്ങൾ ഗൗനിക്കേണ്ടതായൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ആപത്തുകളും അനർത്ഥങ്ങളും അത്യാഹിതങ്ങളും ദുരിതങ്ങളും വേദനകളും യാതനകളും വരുമ്പോൾ
നാം ചിന്തിച്ച് കണ്ടുപിടിക്കണം. പൂർവികരിൽ നിന്ന് വന്നതായ ചില ശാപങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ട് എന്ന്. ചില ശാപങ്ങൾ നമ്മുടെ പിറകെ വരുന്നു. ആരുടെയെങ്കിലും വസ്തു അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനോവേദന വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അകാരണമായി ദുഃഖം വരുത്തി വച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മനസാക്ഷിയെ ദണ്ഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം അടുത്ത തലമുറയിലേക്ക് പകരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നാം ആർക്കെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ, കഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം തലമുറകളിലേക്ക് പകരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അങ്ങനെയാണ് പറയുന്നത്. കോളേജ് ഹോസ്റ്റലുകളിൽ റാഗിങ് നടക്കുന്നുണ്ട്, റാഗിങ് ചെയ്യുന്നുണ്ട്. അനേകം ജൂനിയർ സ്റ്റുഡൻസ് പേടിച്ച് വെറുങ്ങലിച്ച് കഴിയുന്നുണ്ട്. റാഗിങ് മൂലം ചില കുട്ടികൾ മനോരോഗികളായിത്തീരുന്നുണ്ട്. ചിലർക്ക് പിന്നെ തിരുത്താനാവാത്ത വിധത്തിലുള്ളതായ ആരോഗ്യക്ഷയം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അടുത്ത തലമുറകളിലേക്ക്, ആ ദുരിതം വിതച്ചവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കും വ്യാപിക്കുമെന്ന് അവരാരും അറിയുന്നില്ല. അനേകർ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നു, മദ്യപിച്ച് കൂത്താടി കഴിയുന്നു, വേണ്ടാതനത്തിൽ ജീവിക്കുന്നു. അടുത്ത തലമുറ അതിൻ്റെ പാപഭാരം പേറേണ്ടി വരുമെന്ന് പലപ്പോഴും അറിയാറില്ല. ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഗിബയോന്യരെ പൂർവീകർ സംഹരിക്കുകയുണ്ടായി. സാധുക്കളായ ഗിബയോന്യർ, ഒന്നും തിരിച്ചു ചെയ്യാൻ കഴിവില്ലാത്ത ഗിബയോന്യർ, പകരം ചോദിക്കാൻ കഴിവില്ലാത്ത ഗിബയോന്യർ, ഒന്ന് ചെറുത്തു നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ഗിബയോന്യർ, അവരെ സംഹരിച്ചത് നിൻ്റെ കാലത്ത് നാശം വിതച്ചിരിക്കുകയാണ്. നീ ചെയ്തതല്ല, നിൻ്റെ പൂർവികർ ചെയ്തതാണ്. പക്ഷേ നിൻ്റെ കാലത്ത് അതിൻ്റെ നാശം വന്നിരിക്കുകയാണ്. ദൈവം വ്യക്തമായി അരുളപ്പാട് കൊടുത്തു. ഇന്നും ഈ കാലയളവിൽ ജീവിക്കുന്ന നാം വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. നമ്മുടെ പൂർവികരുടെ കാലത്ത് വന്നതായ ചില കെടുതികൾ നമ്മെ ഇന്ന് വേട്ടയാടുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇനിയും വരുന്ന കാലത്തെ നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കളും മക്കളുടെ മക്കളും അനർത്ഥം നേരിടേണ്ടി വരും. നാം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതായ പാപങ്ങൾ മൂലം, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കൊള്ളരുതായ്മകൾ മൂലം, നാം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മൂലം, നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് മൂലം, അവരുടെ നിഷ്കളങ്ക മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുന്നത് മൂലം, ആർക്കെങ്കിലും വഴിമുടക്കുന്നത് മൂലം, ആരുടെയെങ്കിലും പ്രൊമോഷൻ തടയുന്നത് മൂലം, ആർക്കെങ്കിലും മുന്നോട്ട് ജീവിക്കാൻ മാർഗമില്ലാതാകത്തക്കവണ്ണം അവർ ദ്രോഹിക്കുന്നത് മൂലം, ക്രൂരതയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നത് മൂലമെല്ലാം നമ്മുടെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. വേദപുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും ദൈവം അരുളി ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യം. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടുകയില്ല. എല്ലാം ദൈവം കണ്ടുവയ്ക്കുന്നുണ്ട്, ദൈവമെല്ലാം നോക്കി വയ്ക്കുന്നുണ്ട്. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നുണ്ട്, ദൈവം ജീവിതത്തെ പരിശോധിക്കുന്നുണ്ട്, ദൈവം അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നുണ്ട്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും, മക്കളുടെ മേലും മക്കളുടെ മേലും സന്ദർശിക്കുന്ന വേദപുസ്തകം പറയുന്നു. സംഖ്യാപുസ്തകം 14-17, ആവർത്തനം 5-9. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കും. വ്യക്തമാണത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായി കെടുതി അനുഭവിക്കുന്നവർ, അവരൊരുപക്ഷേ തെറ്റ് ചെയ്തിട്ടാവണമെന്നില്ല, തെറ്റിന് ശിക്ഷയുണ്ട്, പക്ഷേ അവർ ചെയ്ത് തെറ്റാകണമെന്നില്ല. പൂർവീകരുടെ കാലത്ത് വരുത്തി വെച്ച ഏതെങ്കിലും ദുഷ്കൃതങ്ങൾ കൊണ്ട്, കൊള്ളരുതായ്മകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് അത് മക്കളുടെ മേൽ പകർന്നു വന്നിരിക്കുകയാണ്.
ചില തറവാടുകൾ മുടിഞ്ഞു പോകുന്നത് നാം കാണുന്നുണ്ട്. വളരെ സമ്പന്നമായ ചില തറവാടുകൾ കുറേ കാലം കഴിയുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത് കാണുന്നുണ്ട്. വളരെ സമ്പൽ സമൃദ്ധിയുള്ള ചില കുടുംബങ്ങൾ തകർന്നു വരുന്നത് കാണുന്നുണ്ട്. എന്താണ് കാരണം? ഒരുപക്ഷേ പൂർവികരുടെ കാലത്ത് ചില കെടുതികൾ വരുത്തി വെച്ചതായിരിക്കാം. ആവർത്തനം 5:9 എന്ന് പറയുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. വളരെ ഗൗരവമാണ്. പാപം ചെയ്യുന്നത് വളരെ അപകടകരമാണ്. പാപം ജീവിതത്തിൽ വരുന്നത് അപകടകരമാണ്. ഇന്ന് നമുക്ക് പാപം കളിയാണ്. ഇന്ന് നമുക്ക് സാരമില്ല എന്ന് തോന്നും. പേടിക്കാനൊന്നുമില്ല. ആരെ പേടിക്കാനാണ്? എന്ത് വന്നാൽ എന്താണ്? ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാൽ എന്താണ്? എനിക്കിന്ന് ആരോഗ്യമുണ്ട്, എനിക്ക് തൻ്റെ ഇടമുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് പിൻബലമുണ്ട്, എനിക്ക് ആൾബലമുണ്ട്, എന്തും ചെയ്യാൻ തോന്നും. പക്ഷേ സൂക്ഷിക്കുക, അനന്തര തലമുറ അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോവുകയാണ്. ആവർത്തനം 5:9 വായിച്ചത്. യെരമ്യാ 32:18 വായിക്കാം. പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ദാവീദ് മനസ്സിലാക്കി ഗിബെയോന്യരെ ദ്രോഹിച്ചത് പൂർവീകരാണ് ചെയ്തത്. പക്ഷേ ഗിബെയോന്യരെ ദ്രോഹിച്ചത് അബദ്ധമായിപ്പോയി ദാവീദിന് മനസ്സിലായി. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയപ്പോൾ ദാവീദ് അനുദപിച്ചു. ദാവീദ് എന്താണ് ചെയ്തത്? നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 21:3. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണമെന്ന് ചോദിച്ചു. ദാവീദ് ഗിബെയോന്യരെ വിളിച്ചു, അവരെ വിളിച്ചു വരുത്തി, അവരുടെ നാട്ടിലേക്ക് ചെന്നവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പൂർവികർ ചെയ്ത തെറ്റിന് പ്രതിശാന്തി വരുത്തുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പൂർവികരുടെ കാലത്ത് വരുത്തിയ അനർത്ഥത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാവീദ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശമായി ഈ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം? ഈ നാടിന് വന്നിരിക്കുന്ന കെടുതി മാറാൻ ഞാൻ എന്ത് പ്രതിശാന്തിയാണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിശാന്തി ചെയ്തേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരാൾക്ക് കുറേ രൂപ കൊടുക്കാണ്ടെന്നിരിക്കട്ടെ, അത് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാലൊന്നും പാപം മാറുകയില്ല. കൊടുക്കേണ്ടത് കൊടുത്ത് തീർത്തേ പറ്റുകയുള്ളൂ. ഒരാളുടേത് മോഷ്ടിച്ചെടുത്തെന്ന് വിചാരിക്കട്ടെ, ഞാൻ പിന്നെ മാനസാന്തരപ്പെട്ടു, ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചു, അതുകൊണ്ട് ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല. കർത്താവ് ഇതാ, ഞാൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, ഞാൻ പുതിയ സൃഷ്ടിയായി, പേടിക്കാനൊന്നുമില്ല എന്ന് ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ചെയ്യേണ്ടത്? പ്രതിശാന്തി വരുത്തുക. ഒന്നിന് ഇരട്ടിയായോ 3 ഇരട്ടിയായോ പകരം കൊടുക്കാൻ തയ്യാറാകുക. അതിന് പ്രതിശാന്തി വരുത്തുക. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ദൈവം ഈ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ അനേകം യുവാക്കന്മാരോട് ഇരിക്കുന്നുണ്ട്, അനേകം പ്രായമായവരോട് ഇരിക്കുന്നുണ്ട്, സ്ത്രീ പുരുഷന്മാരിയ്ക്കുന്നുണ്ട്. എന്താണ് ചെയ്തതെന്നറിയാമോ? ഓരോരുത്തരും പ്രതിശാന്തി വരുത്താൻ തയ്യാറായി. ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ വരുത്തി പോയ കെടുതികൾ, തെറ്റുകൾ, അതിന് പ്രതിശാന്തി വരുത്തുവാൻ തയ്യാറായി. ചെന്ന് മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിക്കുന്നവരോട് ക്ഷമ ചോദിച്ചു, കൊടുത്തു തീർക്കേണ്ടവർക്ക് കൊടുത്തു തീർക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അനേകരെ പ്രതിശാന്തി വരുത്തി. ഭർത്താവിനോട് മാപ്പ് ചോദിച്ച ഭാര്യമാരുണ്ട്, ഭാര്യയോട് മാപ്പ് ചോദിച്ച ഭർത്താക്കന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മായിയമ്മ മരിച്ചുപോയി, പക്ഷേ അമ്മായിയമ്മയെ വേദനിപ്പിച്ചിരുന്നു. ഇന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് എങ്ങനെ പ്രതിശാന്തി വരുത്തും? അമ്മയോട് ചെന്ന് മാപ്പ് ചോദിക്കാനൊക്കെ ഇല്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്ക് അതിൻ്റെ ദോഷം വരില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ യാചിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മോചനം പ്രാപിച്ച ദൈവമക്കളിവിടെ ഇരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അകൽച്ചയിൽ കഴിഞ്ഞവർ പരസ്പരം അടുത്ത് സന്തോഷമായി സ്നേഹമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് വേറൊന്നും ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് സഭ മാറ്റുന്നില്ല, സമുദായം മാറ്റുന്നില്ല, പുതിയ സഭ സ്ഥാപിക്കുകയുമില്ല. ഒട്ടും സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്, ഒരിക്കലും സഭ മാറുകയില്ല, പുതിയ സഭ സ്ഥാപിക്കുകയില്ല. അങ്ങനെ ഉദ്ദേശമില്ല. അവരവർ ചേർന്ന് നിൽക്കുന്ന സഭയിൽ തന്നെ ചേർന്ന് നിൽക്കും. അവരവർ ചേർന്ന് നിൽക്കുന്ന സഭയിലെ ചട്ടം കെട്ടുകളെല്ലാം ചേർന്ന്
നിന്ന് അനുസരിച്ച് ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. കർത്താവിൻ്റെ സുവിശേഷം ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തും. ജീവിതത്തിൽ കൂടി മാതൃകായോഗ്യമായി ജീവിതം നയിക്കും. അത് വളരെ വ്യക്തമായ ഒരു പ്രതിഷ്ഠയാണ്, സമർപ്പണമാണ്, തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൻ്റെ മാറാത്ത തീരുമാനമാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർ ഈ സൗഭാഗ്യം അനുഭവിക്കുന്നുണ്ട്. ദാവീദ് ഗിബെയോന്യരോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രതിസന്ധി വരുത്തേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിസന്ധി ചെയ്യണം എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ദാവീദ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുന്നോ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. പണാപഹരണം നടത്തിയവരോട് ഇരിക്കുന്നില്ലേ? ആ കള്ളക്കണക്ക് എഴുതിയവരോട് ഇരിക്കുന്നില്ലേ? കൈക്കൂലി വാങ്ങിയവരോട് ഇരിക്കുന്നില്ലേ? അനേകരെ ദ്രോഹിച്ചവരോട് ഇരിക്കുന്നില്ലേ? ക്ഷമിക്കണമേ, നിങ്ങളോട് നൊമ്പരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിനയപൂർവ്വം ഞാൻ അറിയിക്കട്ടെ, കൈക്കൂലി വാങ്ങുകയും കൊള്ളരുതായ്മകൾ ചെയ്യുകയും അനർത്ഥം വരുത്തുകയും ചിലർക്ക് ദ്രോഹം ചെയ്യുകയും ചിലർക്ക് നഷ്ടം വരുത്തുകയും ചെയ്തവർ ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകുമോ? സ്നേഹിതരെ, നിങ്ങൾ പ്രതിശാന്തി വരുത്തിക്കൊള്ളുക. ഒട്ടും വൈകരുത്. നിങ്ങളൊരു പക്ഷേ കൈക്കൂലി വാങ്ങിച്ച് മദ്യപിച്ച് മേളിച്ച് കാണും. പക്ഷേ എല്ലാം ദൈവസനിൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. ആ പാവപ്പെട്ടവൻ്റെ നീതി നടത്തിക്കൊടുക്കാതെ, സാധുവിൻ്റെ നീതി നടത്തിക്കൊടുക്കാതെ അനർത്ഥങ്ങൾ ചെയ്തവരോട് ഇരിക്കുന്നില്ലേ? ദയവായി നിങ്ങൾ ചിന്തിക്കൂ. സ്നേഹിതരെ, നിങ്ങൾക്ക് രക്ഷ വേണം, നിങ്ങൾക്ക് ക്ഷേമം വേണം, നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം വേണം, മക്കൾക്ക് തലമുറയായി അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് പ്രതിശാന്തി വരുത്തിക്കൊള്ളാം. നാഥ, എൻ്റെ ജീവിതത്തിലെ ക്ഷാമം മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക് അവർക്ക് ദോഷം വരാതെ വണ്ണം, അവർക്ക് ഒരു കേടും വരാതെ വണ്ണം കെടുതികൾ മാറ്റിത്തരണമേ, ശാപം മാറ്റിത്തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ തുടരെ 3 വർഷം ക്ഷാമമുണ്ടായി. പിന്നീട് നാം കാണുന്നത് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദായെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. ദാവീദിന് വേറൊരു തെറ്റ് പറ്റി. പിന്നീട് ദാവീദിൻ്റെ കാലത്ത് പിന്നെയും ക്ഷാമം വന്നു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നതിനെക്കുറിച്ച് 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് ദാവീദിനോട് പറയുകയാണ്, 7 കൊല്ലത്തെ ക്ഷാമം വരാൻ പോകുന്നു എന്ന്. 7 കൊല്ലത്തെ ക്ഷാമം. 24-ാം അധ്യായം 13-ാം വാക്യം. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമമുണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. 7 സംവത്സരത്തെ ക്ഷാമം, 3 സംവത്സരത്തെ മഹാമാരി, അതല്ലെങ്കിലോ വരാൻ പോകുന്നത് നിനക്ക് 3 ദിവസത്തെ മഹാവ്യാധി. ഏതാണ് വേണ്ടത്? അത് നീ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളൂ. 7 കൊല്ലത്തെ ക്ഷാമം വരുമെന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം എല്ലാം നോക്കി വയ്ക്കുന്നു, എല്ലാം കണ്ടുവയ്ക്കുന്നു, എല്ലാം ദൈവം കുറിച്ച് വയ്ക്കുന്നു. എന്താണ് ദാവീദിന് പറ്റിയ തെറ്റ്? അതാണ് ആദ്യം വായിച്ചത്. 24-ാം അധ്യായം 1-ാം വാക്യം. ദാവീദ് ഇസ്രായേൽക്കാരെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചു. ദാവീദ് തീരുമാനിച്ചതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ടേക്ക് എ സെൻസസ് ഓഫ് ഓൾ ദ പീപ്പിൾ ഫ്രം വൺ എൻഡ് ഓഫ് ദി നേഷൻ ടു ദി അതർ എൻഡ്. രാഷ്ട്രത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ജനങ്ങളുടെ ഒരു സെൻസസ് എടുക്കുക എന്ന് യോവാബിനോട് കൽപ്പിച്ചു. സോ ദറ്റ് ഐ വിൽ നോ ഹൗ മെനി ഓഫ് ദം ദേ ആർ. അവരെത്ര പേരുണ്ട് എന്ന് എണ്ണുക. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ദാവീദ് ഒരു ഇടയ യുവാവായിരുന്നു, ഇടയ ബാലനായിരുന്നു. ദാവീദ് ഒരു സാധുവായിരുന്നു. ദാവീദ് ദരിദ്രനായിരുന്നു. ദാവീദ് അപരിഷ്കൃതനായിരുന്നു. ദാവീദ് ഗ്രാമീണനായിരുന്നു. ദാവീദ് കൺട്രിയായിരുന്നു. എന്നാൽ ദാവീദ് അവനിപ്പോൾ കൊട്ടാരത്തിൽ രാജാവായി വാഴുകയാണ്. അവന് ആധിപത്യം കിട്ടി, അവന് ഭരണാധിപത്യം കിട്ടി, അവന് സൈന്യ സന്നാഹം കിട്ടി, അവന് ധാരാളം ജനങ്ങൾ, അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി ജനങ്ങളുണ്ടായി. ദാവീദിന് തോന്നി, എത്ര പേരുണ്ട് എൻ്റെ ജനമെന്ന് എണ്ണി നോക്കണം. അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്. തന്നെത്താൻ ഉയർത്തുകയാണ്, അഹങ്കാരം വരികയാണ്. ദാവീദിന് അഹങ്കാരം വർദ്ധിച്ചു. ഞാൻ വലിയൊരു കൂട്ടം ജനത്തെ നയിക്കുന്ന ആളാണ്,
വലിയൊരു കൂട്ടം ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒരു അഹമ്മദി ദാവീദിന് വന്നു. അഹങ്കാരം, അഹന്ത. ദാവീദ് അതുകൊണ്ട് യോവാബിനോട് പറഞ്ഞു, എണ്ണം എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കണം, ജനത്തെ എണ്ണി നോക്കുക എന്ന് പറഞ്ഞു. 24-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അതിന് യോവാബ് രാജാവിനോട്, യജമാനായ രാജാവിൻ്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ബൈബിളിൽ ബട്ട് യു ഹാവ് നോ റൈറ്റ് ടു റിജോയ്സ് ഇൻ ദർ സ്ട്രെങ്ത്. നിനക്ക് നിൻ്റെ ജനത്തിൻ്റെ ശക്തിയിൽ സന്തോഷിക്കാൻ ഒരവകാശവുമില്ല. ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം തന്ന ജനമാണ്. യു ഹാവ് നോ റൈറ്റ് ടു എൻജോയ് ഓൺ ദം. അവരെക്കുറിച്ച് നിനക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല, അവരെക്കുറിച്ച് റിജോയ്സ് ചെയ്യാൻ നിനക്കൊന്നുമില്ല. യു ഹാവ് നോ റൈറ്റ് ടു റിജോയ്സ് ഇൻ ദർ സ്ട്രെങ്ത്. ജനത്തിന് ഉള്ള ശക്തിയിൽ നിനക്ക് ആശ്രയിക്കാനോ സന്തോഷിക്കാനോ ഉല്ലസിക്കാനോ ഒന്നുമില്ല. കാരണം അവർ എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം തന്ന ജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്, നിൻ്റെ ജനമല്ല. ദൈവത്തിന് സ്തോത്രം. യോവാബ് നല്ല ഉപദേശം കൊടുത്തു. ദാവീദ് അധികാരത്തോട് പറഞ്ഞു, നിന്നോട് പറഞ്ഞതനുസരിച്ചാൽ പോരെ, നീ പോയി സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞു. ദാവീദിന് അധികാരമുണ്ട്, ദാവീദിന് അഹങ്കാരമുണ്ട്. ദാവീദിനറിയാം എന്തു പറഞ്ഞാൽ അനുസരിക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട്, എന്ത് വൃത്തികേടും ചെയ്യാൻ ധൈര്യമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതാണ് ദാവീദിൻ്റെ ബലം, ദാവീദിൻ്റെ ധൈര്യം. ദാവീദ് ചെയ്തത് അഹങ്കാരമായിരുന്നു. അത് വലിയൊരു വീഴ്ചയുടെ ആരംഭമായിരുന്നു. 7 സംവത്സരത്തെ ക്ഷാമം ദേശത്തിന്മേൽ വരുന്നതിന് അത് കാരണമായി തീർന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഴയ കാലത്തേക്ക് നാം തിരിഞ്ഞു നോക്കണം. നടന്നു പോകുന്ന കാലങ്ങൾ, നാം ഇവിടം വരെ എത്തിയ കാലങ്ങൾ നാം തിരിഞ്ഞു നോക്കണം. പണ്ട് നാം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, നാം തിരിഞ്ഞു നോക്കണം. എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, നാം തിരിഞ്ഞു നോക്കണം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം, എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം, സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ അരുമകരം കർത്താവെ രോഗിയുടെ മേൽ വെച്ചതിനായി സ്തോത്രം, സൗഖ്യം പകർന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.